അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു PVC പൈപ്പിൽ നിങ്ങൾ ഒരു ലൈറ്റ് നിർമ്മിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് 4 ഇഞ്ചിൻ്റെ പൈപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അകത്തൊരു ബൾബ് നിൽക്കാൻ കണക്കിനാണ് നമ്മളൊരു PVC പൈപ്പ് നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ളത്. മുറിച്ചെടുത്ത PVC പൈപ്പിലേക്ക് നമ്മൾ ഒരു ഷീറ്റ് പേപ്പർ കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ മടക്കി കറക്റ്റ് അളവിന് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ മടക്കിയെടുത്ത ശേഷം നമ്മളൊരു പെൻസിലോ ഒരു പേനയോ ഉപയോഗിച്ച് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു സ്കെയിൽ ഉപയോഗിച്ച് കറക്റ്റ് അളവിന് നമ്മളത് വരഞ്ഞ് കത്രി എന്തെങ്കിലും ഉപയോഗിച്ച് കറക്റ്റ് അളവിന് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് കറക്റ്റ് ഒരു PVCയുടെ അളവിനാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതുപോലെ നമ്മൾ കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ രണ്ടായിട്ട് മടക്കണം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് കറക്റ്റ് അളവിന് തന്നെ നമ്മൾ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ ക്രോസ് ഒരു വര വരയ്ക്കണം. ക്രോസ് ചെയ്ത് വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റ് അളവിന് തന്നെ വരച്ചെടുക്കാൻ നോക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് ഒരു സ്കെയിലിൻ്റെ അളവിന് കറക്റ്റ് വരച്ച് പോയാൽ മതി. അപ്പോൾ ഇതുപോലെ അങ്ങ് വരച്ച് അങ്ങ് പോയാൽ മതി. മടക്കി വെച്ച പേപ്പർ നമ്മൾ നൂത്തതിന് ശേഷം നമ്മൾ നേരത്തെ വരച്ചു കൊടുത്ത അതേ അളവിന് തന്നെ നമ്മൾ ഇങ്ങോട്ടും വരച്ചു കൊടുക്കുക. ഈ പേപ്പർ ഫുള്ള് നമ്മൾ ഫില്ല് ചെയ്യണം. ഇതേപോലെ വരച്ച് കറക്റ്റ് അളവിന് തന്നെ വരയ്ക്കാൻ നോക്കുക. ഇതുപോലെ നമ്മൾ വരച്ചെടുത്തതിന് ശേഷം വരച്ചെടുത്ത പേപ്പർ നമ്മൾ കറക്റ്റായിട്ട് ആ PVCയുടെ പുറത്ത് വെച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് മടക്കിയെടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് സെലോ ടോപ്പോ എന്തെങ്കിലും വെച്ച് കറക്റ്റായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ഒരു പേനായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഹോൾ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് എല്ലാ പീസുകളും നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. നമ്മളെല്ലാ പീസുകളും കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലായിടത്തും നമ്മൾ ഹോൾ ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ഹോൾട്ട് എടുക്കണം. മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലായിടത്തും നമ്മൾ ഹോൾട്ട് എടുക്കണം. കറക്റ്റായിട്ട് തന്നെ ഹോൾട്ട് എടുക്കണം. നമ്മളോട് അയൺ ഉപയോഗിച്ചാണ് ഹോൾ ഇടുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഡ്രില്ലിംഗ് മെഷീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് പെട്ടെന്ന് ഹോൾട്ട് എടുക്കാവുന്നതാണ്. ഇനി ഡ്രില്ലിംഗ് മെഷീൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ പപ്പടം കാച്ചി ചെയ്യണം. അപ്പോൾ അതിട്ട് നമുക്ക് ചൂടാക്കി ഇതേപോലെ നല്ല നീറ്റായിട്ട് തന്നെ ഹോൾട്ട് എടുക്കാവുന്നതാണ്. മാർക്ക് ചെയ്ത എല്ലായിടത്തും നമ്മൾ നീറ്റായിട്ട് ഹോൾട്ട് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളിതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ ഹോൾട്ട് എടുത്തിട്ടുണ്ട്. എല്ലാ സൈഡ് PVCയുടെ എല്ലാ സൈഡും നമ്മൾ ഹോൾട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി പേപ്പർ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിൽ ഒട്ടിച്ചിട്ടുള്ള പേപ്പർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ഇതേപോലത്തെ ഇൻസുലേഷൻ പേപ്പർ നമ്മൾ ഇളക്കി കളഞ്ഞതിന് ശേഷം നമ്മൾ പേപ്പറെല്ലാം കറക്റ്റായിട്ട് വലിച്ച് ഇളക്കിയതിന് ശേഷം നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. തെറിച്ചിരിക്കുന്ന ഭാഗമെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് കറക്റ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കണം. അയൺ ഉപയോഗിച്ചാണ് നമ്മൾ ഹോൾ ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ പീസുകളൊക്കെ തെറിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം നമ്മൾ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നീറ്റായിട്ട് ഇതിനെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയൊരു പീസ് ഇതിൻ്റെ തന്നെ ഒരു ചെറിയൊരു പീസ് കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത പീസിൽ നമ്മൾ ഇവിടെ ഒന്ന് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി ഉരുക്കി ഒരു പിടി നമുക്കിവിടെ സെറ്റ് ചെയ്യണം. നമ്മളൊരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ട് ചെയ്ത പീസ് നല്ലപോലെ ചൂടാക്കണം. തീയിൽ വെച്ച് നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം ഒന്ന് നിവർത്തിയെടുക്കണം. അതിനെ നിവർത്തിയെടുത്തിട്ട് നമ്മൾ കറക്റ്റ് അളവിന് നമുക്ക് ആവശ്യം എത്ര നീളത്തിനാണ് ആവശ്യമുള്ളത് അപ്പോൾ അത്ര നീളത്തിന് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിനെ ചൂടാക്കണം. വീണ്ടും ചൂടാക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ചെടുക്കണം. നമുക്ക് ഇതിൻ്റെ അകത്ത് നിൽക്കാൻ കണക്കിന് കറക്റ്റായിട്ടൊന്ന് വളച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ സ്ക്രൂ ചെയ്താണ് കൊടുക്കുന്നത് ഇതിൻ്റെ രണ്ട് വശത്തായിട്ട്.
ഇതിൻ്റെ പിടി നമ്മൾ വളച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പിടി നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തിട്ട് ഈ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോൾ, ഇതിൻ്റെ ഇപ്പുറത്തൊരു ഹോൾ ഇട്ട് കൊടുക്കണം. പിന്നെ സെൻറ്റർ നമുക്ക് ഇവിടെ ഒരു ഹോളും കൂടി ഇട്ട് കൊടുക്കണം. സെൻറ്റർ നമ്മൾ ഹോൾ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വയർ നമുക്ക് ഇതിൻ്റെ അകത്തൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. സെൻറ്റർ ഹോൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് വലുതായിട്ട് തന്നെ ഹോൾ ഇടാം. നമുക്ക് ഇതിൻ്റെ അകത്തൂടെ വയർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്യാവശ്യം അല്പം വലിപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ആ വയർ നമുക്ക് ഇതിൻ്റെ അകത്തൂടെ എടുക്കാൻ പറ്റുള്ളൂ. ഹോൾ ഇട്ടെടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡും കൂടെ 2 സൈഡ് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഹോൾ ഇട്ട് കൊടുക്കണം. ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് സ്ക്രൂ ചെയ്താണ് പിടിപ്പിക്കുന്നത്. കറക്റ്റായിട്ട് സ്ക്രൂ ചെയ്ത് 2 വശത്തും സ്ക്രൂ ചെയ്താണ് ഇതിനെ സെറ്റ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ നല്ല നീറ്റായിട്ട് തന്നെ ആ സ്ക്രൂ ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 സൈഡും നമ്മൾ സ്ക്രൂ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല നീറ്റായിട്ട് സ്ക്രൂ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലൊരു പെയിന്റ് ചെയ്ത് കൊടുക്കണം. നമ്മളൊരു ബ്ലാക്ക് കളറാണ് ആയിട്ട് ഇതിൽ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളറാണ് പെയിന്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഇനി പെയിന്റ് ചെയ്തെടുക്കാം. ഇത് പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഉണങ്ങണം, ഒന്ന് നല്ല ഉണങ്ങി സെറ്റ് ആവണം. അപ്പോൾ നമ്മൾ പെയിന്റ് ചെയ്ത് തീർന്നിട്ടുണ്ട്. പെയിന്റ് ചെയ്ത് തീർന്നപ്പോൾ അത്യാവശ്യം കാണാൻ നല്ല ഭംഗി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു ഹോൾഡർ, ഒരു ബൾബൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഹോൾഡറൊക്കെ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കണം. ഇതിലേക്ക് കെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ഒരു സെൻറ്റർ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിടിയിൽ. അതുവഴി നമുക്ക് 2 വയർ നമ്മൾ വലിച്ച് വെളിയിലേക്ക് എടുക്കണം. ഹോൾഡർ അകത്താക്കിയിട്ട് എടുക്കണം. ഇതിലേക്ക് നമുക്കിനി ബൾബ് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇടുന്നത് CFLന്റെ ബൾബാണ് ഇടുക. നമുക്ക് ഇതിലേക്ക് ഏത് ബൾബ് ഇടാവുന്നതാണ്, 0 വോൾട്ട് ഇടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബൾബൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടില്ല. അപ്പോൾ ഇനി നമുക്കിനി ഇത് കത്തിച്ച് നോക്കണം എങ്ങനെയുണ്ടെന്ന്. ഇതിലേക്ക് നമ്മൾ ഒരു കൂട്ട് പേപ്പർ, കറക്റ്റ് റൗണ്ട് ഷേപ്പിന് ഒട്ടിച്ചെടുത്ത പേപ്പർ ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കണം. നമ്മൾ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. ബൾബ് നമ്മൾ മാറ്റിയപ്പോഴുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്നത് സാധാരണ 15 രൂപയ്ക്ക് മേടിക്കുന്ന സാധാ ബൾബാണ് ഇപ്പോൾ കത്തി കിടക്കുന്നത്. അത്യാവശ്യം കാണാനൊക്കെ ഭംഗിയുള്ള രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു PVC പൈപ്പിൽ നിന്ന് എങ്ങനെ ലൈറ്റ് നിർമ്മിക്കുന്നതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക. അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി ഒരു ദിവസം കാണാം.